ഹലോ ഗായ്സ്, അപ്പോൾ ഞാനും എൻ്റെ അമ്മയുടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇന്ന് വയനാട് പോവാണ്. ഞങ്ങൾ താമരശ്ശേരി ചുരം വഴിയാണ് വയനാട്ടിലേക്ക് പോണത്. ഇന്ന് താമരശ്ശേരി ചുരത്തിൽ നല്ല ബ്ലോക്കാണ്. ഇന്ന് വയനാട്ടിലേക്ക് കുറേ പേര് കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ പുലർച്ചെ 4 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 7 മണിയായിട്ടുണ്ട്. വയനാട് നമ്മളിന്ന് 1 ഡേ ട്രിപ്പാണ് പോകുന്നത്. നമ്മൾ ആദ്യം കാണുന്ന സ്ഥലം ലക്കടി വ്യൂ പോയിൻ്റ് ആണ്. അത് പോണ വഴിക്ക് തന്നെയാണ്. അവിടെ വണ്ടി നിർത്താൻ പറ്റുമെന്നറിയില്ല. നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ പോണ വഴിക്ക് തന്നെ കരിന്തണ്ടൻ്റെ ഒരു പ്രതിമ കാണാണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്ഥലങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ എടക്കൽ ഗുഹയും പിന്നെ സൂചിപ്പാറ, 900 കണ്ടി, പിന്നെ പൂക്കോട് തടാകം, ഹണി മ്യൂസിയം, പിന്നെ കാരാപ്പുഴ ഡാമൊക്കെയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇന്നത്തെ യാത്ര 10 സീറ്റ് ട്രാവലറിലാണ് നമ്മൾ വയനാട്ടിലേക്ക് പോണത്. നമ്മൾ ലക്കടി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്നിട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എയർ പിന്നുകളും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ലക്കടി വ്യൂ പോയിൻറ്റ്. ഞങ്ങൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കൽപ്പറ്റയിൽ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പരിപാടി. ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം ലക്കടി വ്യൂ പോയിൻ്റ് എത്താനായി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലക്കടി വ്യൂ പോയിൻ്റ്. ഇനി ഇവിടെ തിരക്കുണ്ടോ അറിയില്ല. തിരക്കുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഒതുക്കാൻ പറ്റില്ല. ഇനി സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് കാണും. സൈഡിൽ വണ്ടികളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അതവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഇതാണ് ലക്കടി വ്യൂ പോയിൻ്റ്. ആ കാണുന്നതാണ് ഹെയർ പിൻസ്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ അമ്മയുടെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് വന്നേക്കണത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു താഴത്തേക്ക് നോക്കുമ്പോൾ. ഇനി ഞങ്ങൾ പോണത് നെക്സ്റ്റ് സ്പോട്ട് കരിന്തണ്ടൻ്റെ പ്രതിമയുടെ അവിടേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് കരിന്തണ്ടൻ്റെ പ്രതിമയുടെ അവിടെ വെച്ച് കാണാം. ഈ കാണുന്നതാണ് കരിന്തണ്ടൻ്റെ പ്രതിമ. താമരശ്ശേരി ചുരം വഴി വെട്ടിയ ആളാണ്. അപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. ഇനി ഞങ്ങൾ അടുത്തത് പോണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കൽപ്പറ്റയിൽ നിന്ന്. അവിടുന്ന് നേരെ ഞങ്ങൾ എടക്കൽ ഗുഹയ്ക്കാണ് പോണത്. ഇനി ഞങ്ങൾ എടക്കൽ ഗുഹ കണ്ടതിന് ശേഷം നേരെ പോണത് കാരാപ്പുഴ ഡാമിലേക്കാണ്. എല്ലാവരും നല്ല ഡാൻസ് കളിയിലാണ്. ഞങ്ങളെല്ലാവരും നല്ല അടിച്ചു പൊടിച്ച് തകർത്തിട്ടാണ് ടൂറ് പോണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം എടക്കൽ ഗുഹ എത്താറായി. ഗൈസ്, അപ്പോൾ ഞങ്ങൾ എടക്കൽ ഗുഹ എത്തി. ഇവിടെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എടക്കൽ ഗുഹയുടെ അവിടെ. ഇനി ടിക്കറ്റ് എടുക്കാൻ ഇവിടുന്ന് കുറേ നടക്കാണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി മല കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് 2 പാറകളുടെ ഇടയിലുള്ള വിടവാണ് ഈ എടക്കൽ ഗുഹ. അതിൻ്റെ മുകളിൽ വലിയൊരു പാറ വന്ന് വീണ് മേൽക്കൂര പോലെയായി. അതാണ് എടക്കൽ ഗുഹ. ഈ കാണുന്നത് പണ്ടത്തെ ആൾക്കാർ ചെയ്ത കൊത്തുപണികളാണ്. ഈ കൊത്തുപണിയിൽ മനുഷ്യരൂപങ്ങളും മൃഗങ്ങളുടെ ചിത്രങ്ങളും ആയുധങ്ങളും ചിഹ്നങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു.
ഈ എടക്കൽ ഗുഹയുടെ ചുറ്റും മലനിരകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ നല്ല ഭംഗിയാണ്. ഇവിടെ നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, എന്നിട്ട് സ്ഥലമൊക്കെ കണ്ടു. ഞങ്ങൾ ഇനിയിപ്പോൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കാരാപ്പുഴ ഡാമാണ്. ഞങ്ങളിതാ കാരാപ്പുഴ ഡാമിലെത്തി. അവിടെ എൻട്രി ചെയ്തു. ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാമിൻ്റെ അവിടേക്ക്. ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ ഡാമിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കുറേ സിപ്പ് ലൈന് കണ്ടു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ കുറേ നേരം ഓടി കളിച്ചു. അവിടെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പുല്ലുകൊണ്ട് ഇങ്ങനെ തോണി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറിയിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഡാൻസൊക്കെ എടുത്തു. ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്കാണ് പോയത്. അവിടെ കുറേ തേയിലത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു തേയിലത്തോട്ടങ്ങൾ കാണാൻ. അങ്ങനെ അടുക്ക് പോലെയാണ് അവിടുത്തെ തേയിലത്തോട്ടം വെച്ചേക്കണത്. അവിടെ കുറേ ചായക്കടകളും കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം രാത്രി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി. ഞങ്ങളെല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് DJ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്